ഏവർക്കും വന്ദനം, സ്വാഗതം. വളരെ വെല്ലുവിളി നിറഞ്ഞിരിക്കുന്ന ഒരു വിഷയത്തെയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ചേർന്ന് ചിന്തിക്കുവാൻ ഞാനിപ്പോൾ സാഹസപ്പെടുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇതിൻ്റെ പശ്ചാത്തലം, അല്ലെങ്കിൽ പൃഷ്ഠഭൂമി. ഹിന്ദിയിൽ അങ്ങനെയാണ് പറയുന്നത്, പൃഷ്ഠഭൂമി, പശ്ചാത്തലം. അദ്ദേഹം എന്താണ് പറഞ്ഞത്? താൻ ബയോളജിക്കലായി ജനിച്ച ഒരു വ്യക്തിയല്ല, ദൈവികമായ ഒരു പിറവിയാണ് തൻ്റേത് എന്ന അദ്ദേഹത്തിൻ്റെ അവകാശം അല്ലെങ്കിൽ തിരിച്ചറിവ്. ഞാൻ ഈ വിഷയത്തെ പരാമർശിക്കുന്നതിന് മുൻപ് നിങ്ങളോടേവരോടും വളരെ സ്നേഹത്തോടും വിനയത്തോടും അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നത്, യാതൊരു മുൻവിധിയുമില്ലാതെ ഒരു വിധത്തിലുമുള്ള പ്രെജുഡിസോ ബയസോ മനസ്സിൽ സ്ഥാപിക്കാതെ ഈ ഒരു വിഷയത്തെ, ഈ ഒരു പ്രതിഭാസത്തെ, ഈ ഒരു സാഹചര്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം എന്തെങ്കിലും മുൻവിധിയുണ്ടെങ്കിൽ അത് നമ്മുടെ അന്വേഷണത്തെ കാര്യമായി ബാധിക്കുകയും നിഷ്ഫലമാക്കി തീർക്കുകയും നാം അന്വേഷിക്കും തോറും സത്യത്തിൽ നിന്ന് നാം അകന്നു പോവുകയും ചെയ്യും. ഒരു ചിന്തകൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും ശ്രദ്ധിക്കുന്നത്, കഴിയുന്നത്രയും മുൻവിധികളില്ലാതെ വ്യക്തികളെയും സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും സമീപിക്കുകയും തുറന്ന മനസ്സോടെ അന്വേഷിക്കുകയും അതിൻ്റെ നിജസ്ഥിതി എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. നമ്മുടെ പരിമിതികൾ, പോരായ്മകൾ, നമ്മളുടെ ബൗദ്ധികമായ രോഗങ്ങൾ അല്ലെങ്കിൽ അന്ധത, യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാനുള്ള നമ്മുടെ കടമ നിർവഹിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുകയോ അതിൽ നാം പരാജയപ്പെടുത്തത്തക്കവണ്ണം നമ്മെ ബാധിക്കുകയോ ചെയ്യരുത്. ഇത് ഞാൻ പ്രത്യേകമായി ക്രിസ്ത്യാനികളായ എൻ്റെ സഹോദരങ്ങളോട് പറയുകയാണ്. കാരണം ഞാൻ അറിഞ്ഞിടത്തോളം അനുഭവിച്ചിടത്തോളം എല്ലാ കാര്യത്തെപ്പറ്റിയും മുൻവിധികൾ വെച്ചു പുലർത്തുവാൻ ചെറുപ്പം മുതലേ പരിശീലിപ്പിക്കപ്പെടുകയും പ്രത്യേകിച്ച് നിഷേധാത്മകമായ ധാരണകളുടെ ഭാരം പേറിക്കൊണ്ട് നടക്കുവാൻ വിധിക്കപ്പെട്ട ഒരു ജനമായിട്ടാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളെ അറിയുന്നത്. അത് വളരെ അപകടം നിറഞ്ഞതാണ്. നഷ്ടം മാത്രം വരുത്തുവാൻ, അപകടം അത്ര ക്ലിയർ അല്ലെങ്കിലും നഷ്ടം വരുത്തുവാൻ മാത്രമേ ഇത് ഉതകുകയുള്ളൂ എന്നത് 1000 സംഭവങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാവുന്നതാണ്. അപ്പോൾ യാതൊരു മുൻവിധിയുമില്ലാതെ നമുക്ക് ഈ ഒരു സന്ദർഭത്തെ, ഈ ഒരു പ്രതിഭാസത്തെ, രാഷ്ട്രീയത്തിൽ നാം ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സന്ദർഭം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി വളരെ കാര്യക്ഷമമായി ഉത്തരവാദിത്വ ബോധത്തോടെ സത്യത്തോടുള്ള പ്രതിഷ്ഠയിൽ അന്വേഷിപ്പാനും മനസ്സിലാക്കുവാനും നമുക്കൊരു കടമയുണ്ട് എന്നതാണ് എനിക്ക് ഏവരുമായി ആമുഖമായി പറയാനുള്ളത്. ഒരു വ്യക്തി തൻ്റെ ജീവൻ ബയോളജിക്കലല്ല, അല്ലെങ്കിൽ ജൈവികമായ പ്രക്രിയയിൽ നിന്ന് ഉടലെടുത്തതല്ല. അദ്ദേഹം തൻ്റെ ജീവൻ എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ ശരീരം എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എൻ്റെ ഉറവിടം ദൈവമാണ്. ദൈവം അയച്ചിട്ട് ഞാൻ വന്നതാണ്. ഞാൻ ദൈവപുരുഷനാണ്.
നമുക്കറിയാം, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ പറ്റിയുള്ള വിശ്വാസവും ഇത് തന്നെയാണ്. യേശുവിൻ്റെ വ്യക്തിത്വം ജഡരക്തങ്ങളുടെ ആകത്തുകയല്ല, പിന്നെയോ അതിൽ ദൈവികമായ അന്തസത്ത മാത്രമാണ്, അതിൻ്റെ നിറവാണ്, അതിൻ്റെ വെളിച്ചമാണ് യേശു എന്ന ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. അങ്ങനെയല്ല എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളും ധാരാളമാണ്. അങ്ങനെ രണ്ട് പക്ഷം ഇവിടെയുമുണ്ട്. യേശുവിനെ ഒരു നല്ല ഗുരുവായി അംഗീകരിപ്പാൻ ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ യാതൊരു പ്രയാസവുമില്ല. പക്ഷേ ദൈവപുത്രനാണ് എന്ന് അംഗീകരിപ്പാൻ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും മാത്രമല്ല, യഹൂദന്മാർക്ക് അതിനേക്കാൾ കൂടുതൽ പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജടിലമായ പ്രശ്നങ്ങളുടെ മേഖലയിലേക്കാണ് നാം പ്രവേശിക്കുന്നതെന്ന് ആദ്യമേ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. മോദിയുടെ പ്രസ്താവനയെ നമുക്ക് രണ്ട് വ്യത്യസ്തമായ വെളിച്ചത്തിൽ കാണാൻ സാധിക്കും. ഒന്ന്, അദ്ദേഹം ഈ പ്രസ്താവന നടത്തുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിലാണ്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിൻ്റെ 4ാം ഘട്ടം കഴിഞ്ഞിട്ടാണ് ഈ പ്രസ്താവന നടത്തുന്നത്. അതുകൊണ്ട് ഇത് ഇലക്ഷൻ ജയിക്കുന്നതിന് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു തന്ത്രമാണ്. കാരണം ഭാരതീയ ജനത ആധ്യാത്മിക ബോധമുള്ളവരാണ്. അവർ ദൈവത്തെ ആരാധിക്കുന്നു, മാനിക്കുന്നു, നിരുപാധികമായി വിശ്വസിക്കുന്നു, അന്ധമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് താൻ ദൈവമാണ് എന്ന് ആരെയൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കാൻ സാധിക്കുമോ അവരുടെയൊക്കെ സപ്പോർട്ട് നിശ്ചയമായും അനായാസമായി പ്രാപിപ്പാൻ കഴിയും. പ്രത്യേകിച്ച് 80% പരം വരുന്ന ബഹുഭൂരിപക്ഷമായ ഹിന്ദു സമൂഹത്തിൻ്റെ, വിശ്വാസ സമൂഹത്തിൻ്റെ വോട്ട് ആർജിക്കുവാൻ ഇതുപോലെ സഹായിക്കും എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അങ്ങനെയാണ് എന്ന് തെളിയിക്കാൻ അത്ര എളുപ്പമല്ല. കാരണം ഇതിനൊന്നും നമുക്ക് എടുത്തു കാണിക്കാവുന്ന തെളിവുകളില്ല. എന്നാൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആയിട്ട് നമുക്ക് പലതും പറയാൻ സാധിക്കും. ഇതിൻ്റെ കൂടെ നാം ചേർത്ത് മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ ചില വർഷങ്ങളിലായി, ദിവസങ്ങളും മാസങ്ങളുമല്ല, ചില വർഷങ്ങളിലായി ശ്രീ നരേന്ദ്രമോദി ദൈവമാണ് 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 എന്ന ഒരു ആശയം പല വിധത്തിൽ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാപിക്കത്തക്കവണ്ണമുള്ള പ്രചരണങ്ങൾ നന്നേ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമോ 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 എന്ന നരേന്ദ്രമോദിയുടെ ഷോർട്ട് ഫോമായ നമോ 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 എന്ന് പറയുമ്പോൾ അത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമീപനമാണ് നമുക്കറിയാം. നമോ, നമിക്കുന്നു, നമോ നമോ നമോ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പേര് തന്നെ നമിക്കുന്നതാണ്. ആ പേരെടുക്കുമ്പോൾ നാം നമിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അതവിടെ അതിൻ്റെ ആരംഭമാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ അമ്പലങ്ങളുണ്ടായി. ഒരമ്പലമെങ്കിലും ഉണ്ടായിട്ട് എനിക്കറിയാം. പിന്നെ പറഞ്ഞു മോദി ഹെ തോ സബ് മുംകിൻ ഹെ. മോദി ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ്. അത് നമ്മൾ ദൈവത്തെപ്പറ്റി മാത്രമേ അങ്ങനെ നാളിതുവരെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വെറും വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ദൈവികമായ ആ ഒരു അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടേയിരുന്നു. മോദി ഹെ തോ സബ് കുച്ച് മുംകിനെ. മാത്രമല്ല ഒരു രാഷ്ട്രത്തിൻ്റെ രക്ഷിതാവായി, ദ സേവിയർ ഓഫ് എ നേഷൻ. പിന്നെ ഒരു മതത്തിൻ്റെ രക്ഷിതാവായി, ദ സേവിയർ ഓഫ് എ റിലിജിയൻ. ഒരു സംസ്കാരത്തിൻ്റെ രക്ഷിതാവായി, ദ സേവിയർ ഓഫ് എ കൾച്ചർ. ഇങ്ങനെ പലവിധമായ വിധത്തിൽ അദ്ദേഹം ഒരു രക്ഷിതാവാണ്, രക്ഷകനാണ്, സേവിയറാണ് എന്ന ആശയം നിരന്തരമായി കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിപാദിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ പ്രോപ്പഗൻഡയുടെ വിവിധ വശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ഇത് ഹിറ്റ്ലറുടെ കാലത്തും ഇതുപോലെ തന്നെ തുല്യമായ സാമർഥ്യത്തിൽ നാനാമുഖമായ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇപ്രകാരമുള്ള പ്രചരണം നടത്തുകയും അദ്ദേഹം ജർമ്മൻ ജനതയുടെയും സംസ്കാരത്തിൻ്റെയും ജർമ്മനി എന്ന രാഷ്ട്രത്തിൻ്റെ അഭിമാനത്തിൻ്റെയും മഷിഹായാണ് എന്ന് നിരന്തരം ജനങ്ങളെ ബോധിപ്പിച്ചതിൻ്റെ വലിയ ഇഫക്റ്റ് കാണാൻ കഴിഞ്ഞു. അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് നമുക്കറിയാം. ജർമ്മൻ ജനത ആകമാനം
വലിയ വലിയ അപകടത്തിലേക്ക് പോയി. അവർ ഏതാണ്ട് ഒട്ടുമുക്കാലും നശിച്ച അവസ്ഥയിലായി. അതുകൊണ്ട് ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇത് ഒരു സമീപനം. എന്നാൽ ഇവിടെ മറ്റൊരു സമീപനമുണ്ട്. ഞാൻ അതാണ് കൂടുതലായി നിങ്ങളുമായി ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കാരണം ഞാൻ പറയുമ്പോൾ നിങ്ങൾ പേടിക്കുകയോ ഞെട്ടുകയോ ചെയ്യരുത്. ഇതെൻ്റെ അനുഭവമായി അല്പം ബന്ധമുള്ളതുകൊണ്ട് ഞാൻ അതിനെ മറ്റാരും കാണാത്ത വിധത്തിലാണ് ഇത് കാണുന്നത്. നമുക്കറിയാം, ഇത് രാഷ്ട്രീയ തലത്തിൽ ഇതിനെപ്പറ്റി ഇന്ന് വരെ നടന്നിട്ടുള്ള പ്രതിപാദ്യങ്ങൾ എല്ലാം പുച്ഛം കലർന്ന ഒരു വിധത്തിലാണ്. സാർക്കസം. നരേന്ദ്രമോദി ദൈവമാണെങ്കിൽ പിന്നെ ഇത് ചെയ്തുകൂടെ, അത് ചെയ്തുകൂടെ, അങ്ങനെയാണ് ഇങ്ങനെ. അത് ന്യായമായും പറയുന്നതാണ്. നമ്മുടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾ പൊതുരംഗത്ത് ഒരാശയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് പൊതു സ്വത്തായി മാറുകയും പൊതുജനത്തിന് അതിനെപ്പറ്റി അവരുടെ അറിവും കാഴ്ചപ്പാടും ബുദ്ധിയും യുക്തിയും അനുസരിച്ച് പ്രതിപാദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ മാനിക്കാൻ കഴിയാത്തവർ പൊതുരംഗത്ത് ഇങ്ങനെയുള്ള ആശയങ്ങൾ അവതരിപ്പിക്കരുത് എന്നത് ഒരു ജനാധിപത്യപരമായ ആശയമാണ്. പക്ഷേ ഏത് തോതിൽ, ഏത് വിധത്തിൽ ഭാരതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ജനാധിപത്യമാണ്, ഡെമോക്രസിയാണ് എന്ന ചോദ്യവും ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ചോദ്യത്തെ ഞാൻ അത് അർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ആരും ഇതുവരെ പ്രതിപാദിക്കാത്ത വിധത്തിൽ ഞാൻ ഈ ഒരു പ്രതിഭാസത്തെ അല്പം ഒന്ന് പരിഗണിക്കുകയാണ്. നിങ്ങൾ ക്ഷമയോടും സഹിഷ്ണുതയോടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുൻവിധികളില്ലാതെ തുറന്ന മനസ്സോടെ ഈ പ്രക്രിയയിൽ സഹകരിക്കണം. അപ്പം ഞാൻ എൻ്റെ അനുഭവം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഇതിലേക്ക് കടക്കട്ടെ. ഞാൻ 2007 സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായ ശേഷം അവിടെ മുൻപൊരിക്കലും പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ എൻ്റെ മുൻഗാമികൾ ധൈര്യം കാണിക്കാതിരുന്ന ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് സംവരണം, റിസർവേഷൻ ഫോർ ക്രിസ്ത്യൻ സ്റ്റുഡൻസ് ഇംപ്ലിമെൻ്റ് ചെയ്തു. അത് എനിക്കെതിരെ വലിയ പ്രതിഷേധമുണർത്തി. കാരണം അങ്ങനെ 50% ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അതുവരെ കോളേജിൻ്റെ ഗുണഫലം ഏതാണ്ട് പൂർണ്ണമായി അനുഭവിച്ചു കൊണ്ടിരുന്ന ഭാരതത്തിലെ തലയെടുപ്പുള്ള പണക്കൊഴുപ്പുള്ള വരേണ്യവർഗത്തിലെ ആളുകളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമുള്ള അവിടെ ഉണ്ടായിരുന്ന സീറ്റ്, an unwritten hidden reservation for the rich, the privileged and the powerful. അതിൽ കാര്യമായ കോട്ടം സംഭവിച്ചു. അത് ഒരിക്കലും ക്ഷമിക്കാത്ത പാപമാണ്. അതുകൊണ്ട് എനിക്കെതിരെ വലിയ കൊടുങ്കാറ്റടിച്ചു. ഞാൻ ഈ സമയത്ത് എന്താണ് അനുഭവിച്ചത്, ഇത് ഞാൻ ആരോടും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഓർമ്മക്കുറിപ്പുകൾ പബ്ലിഷ് ചെയ്തുവെങ്കിലും ഞാൻ അതിനകത്ത് സൂചിപ്പിച്ചിട്ടില്ല. കാരണം അങ്ങനെ സൂചിപ്പിക്കാനുള്ള ഒരു അവസരമായിരുന്നില്ല അത്. എന്നാൽ ഇപ്പോൾ അത് പറയുന്നത് ഏതാണ്ട് ഉചിതമാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ വലിയ 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 പ്രയാസത്തിൽ കൂടെ കടന്നുപോയി. അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഭാഷയുടെ ശക്തി അപര്യാപ്തമാണ് എന്ന വിധത്തിലുള്ള അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നുപോയി. അത് ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ അനുഭവത്തെ പലപ്പോഴും ഞാൻ ഏകാന്തമായിരുന്ന് ധ്യാനിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് എന്നെ തന്നെ മനസ്സിലാക്കിയെന്ന് പറയാം. എൻ്റെ ജീവിതം ഒരു ചെറിയ കടലാസ് കപ്പലിൽ സഞ്ചരിക്കുന്ന ഒരു കടൽ സഞ്ചാരിയെ പോലെ. അത് എൻ്റെ അവസ്ഥയോട് യാതൊരു വിധത്തിലും ബോധമില്ലാതെ നിരന്തരമായി ഇളകിക്കൊണ്ടിരിക്കുന്ന തിരമാലകൾ നിറഞ്ഞിരിക്കുന്ന ഒരു വലിയ കടലാണ്. ഈ തിരമാലകൾ എൻ്റെ ചെറിയ കടലാസ് കപ്പലിനെ അതിന് തോന്നുന്നിടത്തേക്ക് എടുത്ത് എറിയുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട്. ഏത് സമയത്തും ഞാനാകുന്ന ഈ കടലാസ് കപ്പൽ തകർന്ന് ഇല്ലാതെയാക്കത്തക്ക വിധത്തിൽ ഭയാനകമായ തിരമാലകൾ ഉയരുകയും താഴുകയും, അതിനോടൊപ്പം തന്നെ ഈ കടലിൻ്റെ ഭീകരതയെ വർദ്ധിപ്പിച്ചുകൊണ്ട് കൂരിരുട്ട്
നിറഞ്ഞു നിൽക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഹൃദയത്തിൽ നിന്ന് വളരെ തണുപ്പുള്ള നട്ടെല്ലിൻ്റെ ഉള്ളിലെ മജ്ജ കോച്ചുമാറ് അടിക്കുന്ന ആ തണുത്ത കാറ്റ് എൻ്റെ ശരീരത്തിൽ മാത്രമല്ല എൻ്റെ ആത്മാവിൻ്റെ ഉള്ളിലേക്ക് നുഴഞ്ഞ് കയറുന്ന ഡ്രില്ല് കൊണ്ട് കുഴി കുഴിച്ചാൽ എന്തായിത്തീരും അതുപോലെ ഡ്രില്ല് ചെയ്ത് അകത്ത് വരുന്നൊരു സാഹചര്യത്തിൽ ഞാൻ അനുഭവിച്ചത് സർവ്വലോകത്തിൻ്റെയും ഏകാന്തത ഞാനെന്ന് പറയുന്ന ഈ ചെറിയ പുഴുവിൽ ഇതാ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഈ ഏകാന്തത സഹിക്കുവാൻ എനിക്ക് കെൽപ്പില്ല, എന്നാൽ സഹിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. ഇവിടെ ആർക്കും എൻ്റെ കൂടെ ആയിരിക്കാനോ എൻ്റെ അവസ്ഥ മനസ്സിലാക്കുവാനോ എന്നെ സഹായിക്കാനോ കഴിയുകയില്ല. ഇതിൽ എനിക്ക് അഭയമായി ഒന്നുമില്ല. ഞാൻ തന്നെ ഈ ഒരു അവസ്ഥയെ അഭിമുഖീകരിക്കുകയും അതിൽ അടങ്ങിയിരിക്കുന്ന ഭീകരതയെ എൻ്റെ ആത്മാവിൻ്റെ ഉള്ളിലേക്ക് കാളകൂടം പോലെ സ്വീകരിക്കുകയും ചെയ്യേണ്ട ഒരവസ്ഥ. എന്നാൽ ഈ അവസ്ഥയിൽ പരിഭ്രമിക്കാതെ അതിനെ നിരന്തരം സ്വീകരിച്ചും അതേസമയം അതിനോട് മല്ലടിച്ചും. ആ അവസ്ഥ അങ്ങനെയല്ലാതെ എനിക്ക് വിശദീകരിക്കാൻ അറിയില്ല. അങ്ങനെ കഴിയുമ്പോൾ അതിമനോഹരമായ ഒരു കാര്യം സംഭവിക്കുന്നു. ഞാൻ ആദ്യം ഭീകരമായ ഒരവസ്ഥയെ പറഞ്ഞു. അത് 100% ശരിയാണ്. പക്ഷേ 100% അതിൻ്റെ യഥാർത്ഥ അവസ്ഥ ഭാഷയിൽ കൂടെ നിങ്ങളിലേക്ക് പകരുവാൻ എനിക്ക് കഴിവില്ല, നിങ്ങൾ ക്ഷമിക്കണം. എന്നാൽ ആ ഭീകരമായ അവസ്ഥയെ മനുഷ്യൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ നിസ്സഹായതയും പ്രത്യാശരാഹിത്യവും സൃഷ്ടിക്കുന്ന അസഹനീയമായ ഏകാന്തത. ഈ ഏകാന്തതയിൽ ഈ ഭീകരതയുമായി ഒരു വിവാഹം, ഒരു വേളി കഴിക്കുമ്പോൾ തൽഫലമായി ഉത്ഭവിക്കുന്നത് അവർണ്ണനീയമായ സൗന്ദര്യമാണ്, അവർണ്ണനീയമായ മാധുര്യമാണ്. അതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു വിരോധാഭാസമാണത്. ഇതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ സൗന്ദര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ എഴുന്നേൽക്കുന്നു, ദിനചര്യകൾ കഴിക്കുന്നു, ആഹാരം കഴിക്കുന്നു, ഉറങ്ങുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ മാധുര്യവും ജീവിതത്തിൻ്റെ സൗന്ദര്യവും മാഹാത്മ്യവും എന്താണെന്ന് അറിയുവാൻ ഒരു വിധത്തിൽ സാധ്യമല്ല. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഞാൻ വളരെ ക്ഷമാപണത്തോടെ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഞാൻ ഇപ്രകാരം ഭീകരമായ ഭയാനകമായ അവസ്ഥയിൽ നിസ്സഹായതയുടെ പടുകുഴിയിൽ ആയിരിക്കുമ്പോൾ അനുഭവിച്ച ജീവിതത്തിൻ്റെ മാധുര്യവും സൗന്ദര്യവും ആ ബോധം വർദ്ധിക്കും തോറും നിങ്ങൾ പ്രത്യേകം ഇത് മനസ്സിലാക്കണം. ഞാൻ ദൈവത്തോട് കൂടുതൽ 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 അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്ന ബോധ്യം എന്നിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇത് സത്യമാണ്, പരമമായ പച്ച സത്യമാണിത്. എൻ്റെ ജീവിത അവസ്ഥയുടെ ഭീകരത വർദ്ധിക്കും തോറും ഞാൻ ആ ഭീകരതയുടെ കാളകൂടം, വിഷം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് സ്വീകരിക്കുമ്പോഴും അതിൻ്റെ തോത് വർദ്ധിക്കും തോറും അതിനോട് മല്ലിടുവാനുള്ള എൻ്റെ ആന്തരികമായ ക്ഷമത വർദ്ധിക്കും തോറും അതേ തോതിൽ ഞാൻ ദൈവത്തോട് അടുത്തുകൊണ്ടേ ഇരിക്കുന്നു എന്ന ഒരു ബോധ്യം എന്നിൽ ശക്തി ആർജിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ മനുഷ്യനും ദൈവവുമായ സാധാരണ നാം ചിന്തിക്കുന്ന രീതിയിലുള്ള ആ വലിയ അകൽച്ച അത് കുറഞ്ഞ്
ദൈവത്തോട് താതാത്മ്യം പ്രാപിക്കാനുള്ള ഒരവസ്ഥയുടെ അങ്കണത്തിൽ വരെ ഞാനെത്തി. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് എൻ്റെ മനസ്സിൽ തറച്ച ഏറ്റവും വലിയ പ്രസ്താവനയാണ് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം. യേശു പറയുന്നു, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. അത് പച്ച പരമാർത്ഥമാണ് എന്ന് എനിക്ക് മനസ്സിലാകുവാൻ ഇടയായത് ഞാൻ ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോയതുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകാത്ത ആളുകൾക്ക് അത് വെറും ഭംഗി വാക്കുകൾ മാത്രമാണ്. അതിനകത്ത് അർത്ഥമൊന്നുമില്ല. അർത്ഥം അനുഭവിക്കാൻ സാധ്യമല്ല, നിശ്ചയം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, മതമേഖലയിൽ ഇപ്രകാരമുള്ള അത്ഭുതകരമായ വെളിപ്പെടുത്തലുകൾ വെറും ശബ്ദങ്ങളായി മാത്രം അവശേഷിക്കുന്നു. അതുകൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല. ശബ്ദം കൊണ്ട് മനുഷ്യന് യാതൊരു പ്രയോജനവുമില്ല. ശബ്ദം കൊണ്ട് മനുഷ്യന് ഭാരമാണ്. അതുകൊണ്ടാണ് നാം നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. എൻ്റെ അനുഭവത്തിൽ മതം നോയിസ് പൊല്യൂഷൻ ഉണ്ടാക്കാൻ മാത്രം സഹായിക്കുന്ന പരിപാടിയാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ സമയം എങ്ങനെ നശിപ്പിക്കണമെന്നറിയാൻ വയ്യ എങ്കിൽ ഞാനതൊരു ഉപാധി പറഞ്ഞു തരാം. നിങ്ങൾ ആരാധിക്കാൻ പോയാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ചെറിയ ഒരു വ്യക്തിയല്ല, നിരീശ്വരവാദിയുമല്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ബറൂക്ക് സ്പിനോസ വിശദീകരിച്ച് തന്ന ദൈവബോധത്തെ അതുപോലെ ഞാൻ കൈക്കൊള്ളുന്നു. മത പണ്ഡിതന്മാർ, പുരോഹിതന്മാർ സാക്ഷീകരിക്കുന്ന ദൈവത്തെ എനിക്ക് അല്പം പോലും സ്വീകാര്യമല്ല. ഞാൻ അതൊരു ഇച്ചിരി ക്ലേശമേറിയ വിഷയമാണ്. ഞാൻ അതിലേക്ക് പോയാൽ വഴി തെറ്റിപ്പോകുന്നതുകൊണ്ട് വിഷയം കൈവിട്ടു പോകുക എന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇത് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തെ ഏത് തോതുവരെ നിങ്ങളിലേക്ക് പകരുവാൻ കഴിയൂ എന്നറിയില്ല. അപ്പോൾ ആ സമയത്ത് പലരും വിചാരിച്ച് ഞാൻ വീണ് ചത്തുപോകും, നാളെ ഞാൻ ഉണ്ടാവില്ല. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എൻ്റെ മുഖത്ത് എൻ്റെ ഉള്ളിലുള്ള സന്തോഷം, ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയ ഒരു യുദ്ധത്തിൽ നിന്ന് ജയിക്കുമ്പോഴുണ്ടാകുന്ന ആർപ്പുവിളി, പക്ഷേ ശബ്ദമില്ലാത്ത ആർപ്പുവിളിയെ നിങ്ങൾക്ക് വിഭാവന ചെയ്യാമെങ്കിൽ അതെൻ്റെ ഉള്ളിൽ നുരഞ്ഞു പതഞ്ഞുകൊണ്ടേയിരുന്നു. അതെൻ്റെ മുഖത്ത് വെളിച്ചമായി വെളിപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇത് കണ്ട് അത്ഭുതപ്പെടാത്ത ആളുകൾ വളരെ കുറവായിരുന്നു. ഇതെൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് ദൈവികമായ ഒരവസ്ഥയോട് വളരെ 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 അടുക്കുവാൻ ഇടയായി എന്ന് ഞാൻ പറയുമ്പോൾ, നിങ്ങൾ പണ്ട് യഹൂദന്മാർ ചെയ്തതുപോലെ എനിക്ക് എതിരെ എറിയാൻ കല്ലെടുക്കരുത്, അങ്ങനെ ചെയ്യുകയില്ല എന്നുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അത് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിയുടെ പ്രസ്താവനയെ ഞാൻ പരിഗണിക്കുകയാണ്. ഈ ഒരു സാധ്യത ഉണ്ടോ ഇല്ലയോ എനിക്കറിയില്ല, പക്ഷേ അത് പരിഗണിക്കുന്നത് ഉചിതമാണ് എന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം ഒരു പ്രൈം മിനിസ്റ്ററെ കാണുമ്പോൾ അദ്ദേഹം അസൂയാവഹമായൊരു സ്ഥാനം അലങ്കരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പിലൊരു രാജ്യം ഒരു കളിപ്പാവയെ പോലെ കളിക്കുന്നു. എന്നാൽ ഇതിന് മറ്റൊരു വശമുണ്ട്. അതെന്താണ്? അങ്ങ് മുകളിലിരിക്കുന്നവൻ, ഏറ്റവും മുകളിലിരിക്കുന്നവൻ ഏറ്റവും ഏകാന്തതയിൽ കഴിയുന്നവനാണ്. ഈ ഏകാന്തത ശ്രീ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളവും വളരെ വളരെ കൂടുതലാണ്. ഇപ്പം മൻമോഹൻ സിംഗിൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരെയൊക്കെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഏറ്റവും അഗ്രഗണ്യമായി ഇരിക്കുന്ന വ്യക്തി അനിവാര്യമായി അനുഭവിക്കുന്ന ഏകാന്തത, അതിൻ്റെ മൂർച്ച ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ബോധ്യമായിടത്തോളം അതാണ് അന്ത്യമായ സത്യമെന്ന അവകാശവാദമൊന്നും എനിക്കില്ല. എനിക്ക് നിരീക്ഷിക്കുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞിടത്തോളം ശ്രീ നരേന്ദ്രമോദി ആരെയും വിശ്വസിക്കുന്ന ആളല്ല.
ആരെയും തനിക്ക് തുല്യമായി സ്വീകരിക്കുന്ന ആളുമല്ല. താൻ പ്രത്യേകതയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്നും ബാക്കിയുള്ളവരെല്ലാം മറ്റ് ഏതോ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ്. കൂടെ പ്രവർത്തിക്കുന്ന BJP ആളുകളും ക്യാബിനറ്റിലുള്ള അംഗങ്ങളും അപ്രകാരം തന്നെ. അദ്ദേഹം ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അതുല്യ പ്രതിഭാസമാണ്, ഒരു ദൈവികമായ പ്രതിഭാസമാണ്. ബാക്കിയുള്ളവർ മനുഷ്യരാണ്. അവർ വളരെ വളരെ താഴെ, മേളിൽ നോക്കിയാൽ കൃമികളെ പോലെ ഭൂമിയുടെ പരപ്പിൽ ഇഴഞ്ഞു നടക്കുന്ന വ്യക്തികൾ. ഇപ്രകാരമുള്ളൊരു വലിയ അന്തരം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന, അദ്ദേഹത്തിന് ബോധ്യമുണ്ടോ മനഃപൂർവ്വമാണോ എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് കാണാൻ കഴിയുന്ന ഇതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങ് കണ്ണെത്താ ദൂരത്ത് ഹിമാലയത്തിൻ്റെ മുകളിൽ എന്ന പോലെ ഇരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ അവസ്ഥയിൽ വളരെ മൂർച്ചയേറിയ ഏകാന്തത അദ്ദേഹത്തെ നന്നേ ബാധിക്കുന്നുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഏകാന്തതയിലുള്ള ഒരു സാധ്യതയാണ്, ആ ഏകാന്തത മാത്രമല്ല, ആ ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് ഒരു വലിയ രാജ്യത്തിൻ്റെ സങ്കീർണമായ വ്യവസ്ഥിതിയെ ഏറ്റവും സാമർഥ്യത്തോടെ, അതിന് തക്ക കരുക്കളില്ലാതിരുന്നിട്ടും മറ്റാരും ഇതുവരെ വാസ്തവത്തിൽ ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ നിയന്ത്രിക്കുകയും തൻ്റെ ചൊൽപ്പടിയിൽ മാത്രം അതിന് വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ നിരന്തരം പിടിച്ച് കെട്ടിയിടുകയും ചെയ്ത് അതിൻ്റെ മുകളിൽ സ്വയത്തെ സ്ഥാപിച്ച് ഇരിക്കുക എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാനോ വർണ്ണിക്കുവാനോ വിശദീകരിക്കുവാനോ കഴിയാത്ത ഒരു പ്രതിഭാസം തന്നെയാണ്. നമുക്ക് ശ്രീ നരേന്ദ്രമോദിയെ എങ്ങനെ വേണമെങ്കിലും കാണാം. ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇങ്ങനെയുള്ള അവസ്ഥകൾ വെളിപ്പെട്ട് വരുവാനും സാധ്യമല്ല. കാരണം മീഡിയയിൽ പ്രവർത്തിക്കുന്ന മാന്യന്മാർക്ക് അതിന് തക്കതായ ആത്മീയമായ സെൻസിറ്റിവിറ്റി ഇല്ല എന്നത് തന്നെയാണ്. അപ്പോൾ ഈ അതുല്യമായ എന്ന് പറയുമ്പോൾ ആരും ഇതുവരെ അനിതര സാധാരണമായ ഏകാന്തതയിൽ സ്ഥിതി ചെയ്യുകയും അതേസമയം 145 കോടി ആളുകളുടെ ജീവിതത്തിൻ്റെ സർവമാനമായ തലങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുക, ഇത് വളരെ ക്ലേശമേറിയ, ക്ലേശമെന്ന വാക്ക് പോരാ, ഇത് അസാധ്യമായ ഒരു ഭാരമാണ്, വഹിക്കാൻ വയ്യാത്ത ഭാരമാണ്. എന്നാൽ ഈ ഭാരത്തെ അദ്ദേഹം വഹിക്കുന്നു. അങ്ങനെ വഹിച്ചുകൊണ്ട് നടക്കുമ്പോൾ അദ്ദേഹത്തിന് നാല് ചുറ്റും നിന്ന് ആളുകൾ സ്തുതി പാടുകയും അദ്ദേഹം ദൈവമാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും അത് ലോകത്തെമ്പാടും എത്തത്തക്കവണ്ണമുള്ള പരസ്യവും പ്രോപ്പഗൻഡായും ആയിരക്കണക്കിന് കോടി രൂപ ചിലവാക്കി നടത്തിക്കൊണ്ടിരിക്കുകയും അദ്ദേഹം ഇടത്തോട്ട് തിരിഞ്ഞാൽ ആളുകൾ കാലിൽ വീഴുന്നു, വലത്തോട്ട് തിരിഞ്ഞാൽ ആളുകൾ നമസ്കരിക്കുന്നു, സ്തുതി പാടുന്നു. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ ആളുകൾ പപ്പടം പോലെ പൊടിഞ്ഞു പോകുന്നു. അപ്പോൾ ദൈവികമായ ശക്തികൾ തന്നിലുണ്ട് എന്ന ഒരു ചിന്ത, അത് യാഥാർത്ഥ്യമാണോ, ഇല്യൂഷനാണോ, ഡെല്യൂഷനാണോ, ഇത് സമയം തെളിയിക്കും. ഇത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. അത് സത്യമാണ് എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു അല്ല ഞാൻ പറയുന്നത്. എന്നാൽ അത് സത്യമാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമോ? ഞാൻ പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം യേശു പറഞ്ഞു, ഒരു വൃക്ഷത്തെ അത് പുറപ്പെടുവിക്കുന്ന ഫലം കൊണ്ടാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ശ്രീ നരേന്ദ്രമോദി താൻ ദൈവികമായ ഒരു പ്രതിഭാസമാണെന്ന് അവകാശപ്പെടുന്നു. അദ്ദേഹം അങ്ങനെ അവകാശപ്പെടാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. ഞാനിങ്ങനെയാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. പക്ഷേ ആ അവകാശം വസ്തുനിഷ്ഠമാണോ, അതോ അത് വെറും മിഥ്യാബോധമാണോ, അതോ ഏതാണ്ട് സമതല കെറ്റിയ പോലെ ഒരു വ്യക്തി സംസാരിക്കുകയാണോ എന്ന് തീരുമാനിക്കപ്പെടേണ്ടത് ഇങ്ങനെയുള്ള അവകാശവാദം പൊതുവായി നടത്തിയ ശേഷം, ആഫ്റ്റർ മേക്കിംഗ് സച്ച് എ ക്ലെയിം ഇൻ ദ പബ്ലിക് സ്പേസ്, അദ്ദേഹം എപ്രകാരം പ്രവർത്തിക്കുന്നു. ഉദാഹരണമായിട്ട് ഹിന്ദുമതത്തിൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ ദൈവം സത്യമാണ്.
അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹിന്ദുമതത്തിൻ്റെ പ്രത്യേകമായ സംഭാവന, മനുഷ്യരാശിക്കാകമാനമുള്ള സംഭാവന, ദൈവം സത്യമാണ് എന്നുള്ള തിരിച്ചറിവാണ്. അപ്പോൾ താൻ ദൈവികമായ ഒരു ജനനമാണ്, ജൈവികമായ ജനനമല്ല എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. വളരെ നല്ലത്. എന്നാൽ അത് സത്യമാണോ അല്ലയോ എന്ന് തിരിച്ചറിയുവാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇനിയുള്ള നാളുകളിൽ ഈ അവകാശം പൊതുരംഗത്ത് അവതരിപ്പിച്ച ശേഷം അദ്ദേഹം സത്യത്തിൽ അടിയുറച്ചു നിൽക്കുമോ, അതോ ഓന്തുപോലെ നിറം മാറി സന്ദർഭമനുസരിച്ച് നല്ല നല്ല പുതിയ പുതിയ കള്ളങ്ങൾ സമർത്ഥമായി കണ്ടുപിടിച്ച് അതിനേക്കാൾ വലിയ മികവോടെ പൊതുജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുമോ? ഇത് വളരെ ലളിതമായ ഒരു കാര്യം തന്നെയാണ്. രണ്ടാമത്, നാം ദൈവത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ദൈവത്തിൽ നിന്നാണ് നീതി മനുഷ്യനെ ലഭിക്കുന്നത്. ദൈവം നീതിയുടെ ഉറവിടമാണ്. അപ്പോൾ ഈ പ്രസ്താവന നടത്തിയ ശേഷം ശ്രീ നരേന്ദ്രമോദി തൻ്റെ അവകാശം സത്യമാണ് എന്ന് തെളിയിക്കേണ്ടത് അദ്ദേഹം ഏത് മഹനീയമായ നീതിബോധത്തോടെ ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നത് തന്നെയാണ്. നീതി ലഭിക്കാത്തവർക്ക് നീതി നൽകുന്നവനാണ് ദൈവം. ദൈവത്തിൻ്റെ കച്ചേരിയിൽ താമസം വരും, പക്ഷേ നീതി കിട്ടും എന്ന ഒരു പഴഞ്ചൊല്ല് ഹിന്ദിയിലുണ്ട്. ദേർ ഹേ മഗർ അന്ധേർ നഹി ഹേ എന്ന് പറഞ്ഞ്, ദേർ എന്ന് പറഞ്ഞാൽ താമസം, അന്ധർ എന്ന് പറഞ്ഞാൽ അന്ധകാരം. ഖുദാ കെ കച്ചേരി മേ ദേർ ഹേ മഗർ അന്ധേർ നഹി ഹേ. ദൈവത്തിൻ്റെ കോടതിയിൽ താമസമൊക്കെ വരും, പക്ഷേ അവിടെ അന്ധകാരം എന്ന് പറഞ്ഞാൽ അനീതി. എല്ലാവർക്കും നീതി കിട്ടും. അത് പാവപ്പെട്ടവൻ, ഏറ്റവും പാവപ്പെട്ടവന്, നിസ്സഹായന് നീതി കിട്ടും. അങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതി സൃഷ്ടിക്കാനായി തൻ്റെ ജീവിതം ഒരു വലിയ പ്രകാശം പോലെ, വലിയ ഒരു സൂര്യനെ പോലെ തൻ്റെ ജീവിതം പ്രകാശിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നാം ദൈവത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ദൈവം സാഹോദര്യത്തിൻ്റെ ഉറവിടമാണ്. ഈ സാഹോദര്യമാണ് മനുഷ്യരാശിയുടെ ഐക്യത്തിൻ്റെ ഏക അടിസ്ഥാനം. വളരെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഭാരതം പോലെയുള്ള ഒരു വലിയ ഉപഭൂഖണ്ഡം, അതിൽ ആയിരക്കണക്കിന് വ്യത്യസ്ത ജാതികൾ, വിവിധ മതങ്ങൾ, വിവിധ സംസ്കാരങ്ങൾ, ജീവിത രീതികൾ, സാമൂഹ്യമായ ശ്രേണികൾ, ഇവയൊക്കെ സ്ഥിതി ചെയ്യുന്നു. ഈ ബാഹ്യമായ വ്യത്യാസങ്ങളെ അതിജീവിച്ച് ഇവയൊരു ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഐക്യത്തെ ഈ രാജ്യത്തുള്ള എല്ലാവർക്കും അനുഭവവേദ്യമായി വെളിപ്പെടുത്തുകയും അതിനെ നിലനിർത്തത്തക്കവണ്ണമുള്ള അതിമഹത്തരമായ നിലപാട് അദ്ദേഹം എടുക്കുമെങ്കിൽ അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്ന താൻ ദൈവികമായ ഒരു പ്രതിഭാസമാണ്, ജൈവികമായൊരു പിറവിയല്ല എന്ന അദ്ദേഹത്തിൻ്റെ അവകാശത്തെ ഞാൻ 100% സ്വീകരിക്കും. അല്ലെങ്കിൽ ഇദ്ദേഹം മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണ്, അല്ലെങ്കിൽ അല്പനേരത്തേക്ക് സമനില തെറ്റിയതാണ്. ഇപ്പം ഞാൻ ഇതുവരെ എനിക്കിങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നു എന്ന് എന്തുകൊണ്ടാണ് പൊതുരംഗത്ത് പറയാതിരുന്നത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്ക് അങ്ങോട്ട് അനുഭവം പക്ഷേ 2016 ശേഷം ആ അനുഭവം എനിക്കില്ലായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയാം. ഞാനിങ്ങനൊരു അനുഭവത്തിൽ കൂടെ കടന്നുപോയി എന്ന് പറയുമ്പോൾ 99% 99.999% ആളുകൾ പറയും അവന് വട്ടുപിടിച്ചു എന്ന് പറയും. അതും കൂടെ നേടണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വിഷയം ഇതുവരെ എങ്ങും അവതരിപ്പിക്കാതിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനുള്ള സന്ദർഭമാകിയാൽ ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇത് ഞാൻ കൈകാര്യം ചെയ്ത് വളരെ ക്ലേശമേറിയ ഒരു വിഷയമാണ്. ഇപ്പോൾ ആരെങ്കിലും ഒരു കാര്യം അവകാശപ്പെട്ടാൽ അത് മേശയോടെ പുച്ഛിച്ച് തള്ളുന്നത് എൻ്റെ സ്വഭാവമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനോട് പ്രതികരിക്കാൻ അല്പമല്ല വളരെ താമസിച്ചത്. ഞാൻ 2-3 ദിവസങ്ങൾ ഇതിനെ വളരെ കാര്യക്ഷമമായി തുറന്ന മനസ്സോടെ ചിന്തിക്കുകയും ഞാൻ എങ്ങനെയാണിത് മനസ്സിലാക്കേണ്ടത്, ഒരു ചിന്തകൻ എന്ന നിലയിൽ ഞാൻ എങ്ങനെയാണ് ഇതിനോട് ബന്ധം പുലർത്തേണ്ടത് എന്നത് കൂലങ്കുഷമായി ചിന്തിച്ചതിൽ ഞാൻ പ്രാപിച്ച ചില ചിന്തകൾ അല്പം വെളിച്ചം നിങ്ങളുമായി പകരുന്നു എന്ന് മാത്രം. ഇത് നിങ്ങളും ഇപ്രകാരം തന്നെ ചിന്തിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർലോഭം പങ്കിടുകയും ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ നമസ്കാരം.